ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം റീൽസിൽ കാണുന്ന ഒരു കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ് കട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വീഡിയോസിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ക്യാപ് കട്ട് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷനും കൊണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത്തരം SFX വീഡിയോസിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോ ഫയലായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു വീഡിയോ ഫയലാണ് നമ്മുടെ ഓഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് ആയിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ ഈ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഓഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഫുള്ളായിട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റത്തെ ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം. ഈ ഒരു ഓഡിയോ ആണ് നമ്മൾ ഇതുപോലെ ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ താഴെ കിടക്കണത് ഇത് ജസ്റ്റ് സാധാ ഒരു നോർമൽ ഓഡിയോ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നമുക്കിത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി, MP3 കൺവേർട്ടർ. സോ ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോ ആണ് നമുക്ക് MP3 ആക്കേണ്ടത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന ഒരു ഫോർമാറ്റ് കൺവേർട്ടർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഒരു MP3 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഫുള്ളാക്കി കൊടുക്കുക. ജസ്റ്റ് ഇതിനൊരു നെയിം കൊടുക്കുക. ഞാനൊരു SFX എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നെയിം കൊടുക്കുന്നുണ്ട്. ഡൺ കൊടുക്കുക. ഓക്കെ, ഇവിടെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു താഴെ കാണുന്ന സേവ് ടു ഫയൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എഡ്ജ് മിക്സ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. സോ ഇവിടെ നമുക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ കാണുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു മ്യൂസിക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ആഡ് ടു മ്യൂസിക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ സേവ് ചെയ്ത ആ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു പേര് കാണാം, SFX എന്നുള്ള ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെയാണ് ഒരു ഫിൽറ്റർ കൊടുക്കാനുള്ള ആ ഒരു ലോ പാസ് ഫിൽറ്റർ നമുക്ക് ഈ ഒരു ആപ്പിലാണ് കൊടുക്കേണ്ടത്. സോ ഒരു FX എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ലോ പാസ് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. സോ അതിനായി നമുക്ക് ഈ ഒരു ലോക്കിൻ്റെ ആ ഒരു ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ഒരു ലോ പാസിൻ്റെ അവിടേക്ക് ജസ്റ്റ് ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു ലോ പാസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനാ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. സോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ റെക്കോർഡ് ചെയ്തതായ ഒരു റെക്കോർഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന ആ ഒരു സേവ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓഡിയോ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഞാൻ അവിടെ XFX1 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫയലിൽ സേവ് ആയിട്ടുണ്ട്. ദെൻ ഇനി ബാക്ക് അടിച്ച് ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. നമ്മൾ നേരത്തെ എടുത്ത ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ആ ഒരു ആപ്പിലിട്ട് എക്സ്പോർട്ട് ചെയ്ത ആ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നമ്മൾ സേവ് ചെയ്ത ഒരു നെയിം സെർച്ച് ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ ഒരു ആഡ് ചെയ്ത ഓഡിയോ ആദ്യം ആഡ് ചെയ്ത ആ ഒരു ഓഡിയോടായിട്ട് സിങ്ക് ചെയ്യണ രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഓഡിയോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അതേപോലെ തന്നെ ഈ ഒരു ഓഡിയോയും ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയാണ് നമുക്ക് മിക്സിങ് തുടങ്ങേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ലോ പാസിൽ നിന്ന് ഹൈ പാസിക്ക് പോണതും ഹൈ പാസിൽ നിന്ന് ലോ പാസിക്ക് ആവണതും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനായി ഓരോ ട്രാൻസിഷൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ആഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഒരു ലോ പാസ് വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ,
ദെൻ ഞാനിവിടെ എല്ലാ ട്രാൻസിഷൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കീ ഫ്രെയിം ലോ ആക്കി കൊടുക്കുക. ദെൻ സെൻറ്ററിൽ ഹൈ, പിന്നത്തെ ആ ഒരു ട്രാൻസിഷന് ലോ, അങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ലോ ആക്കി കൊടുക്കുക, സെക്കൻഡ് കീ ഫ്രെയിമിൽ ഹൈ, തേർഡ് കീ ഫ്രെയിമിൽ ലോ. ഓക്കെ, അങ്ങനെ ആ ഒരു ഇതിൽ സെയിം ചെയ്ത് സെറ്റാക്കി പോവുക. ഓക്കെ, ഇങ്ങനെ ചെയ്തു പോകണതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ സെക്കൻഡായിട്ട് നോക്കാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടോട്ടലി ഫുള്ളായിട്ട് ലോ പാസ് ചെയ്ത് ഒറ്റ അടിക്ക് ഹൈ പാസ് ആവണം എങ്ങനെയാണെന്ന് നോക്കാനാണ്. അതിനായി നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് എൻഡിലായിട്ടൊരു കീ ഫ്രെയിമും, നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഒരു കീ ഫ്രെയിമിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടും, പിന്നെ അതിൻ്റെ പിന്നിൽ ആഡ് ചെയ്ത ഒരു കീ ഫ്രെയിമിൻ്റെ മുമ്പിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തന്നെ എനിക്ക് 2ൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ആ ഒരു 0 കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ എൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ അറിയാം ആ ഒരു ഡിഫറൻസ്. നമുക്കൊരു ലോ പാസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഹൈ പാസിക്ക് ആവണ ഒരു ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സൗണ്ട് എഫക്ട്സ് ഇടയിൽ. സോ അതിനെ നമുക്ക് ഓഡിയോയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ആയിട്ടാണ് ഓഡിയോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോസ് എക്സ്ട്രാക്ട് ചെയ്ത് ഓഡിയോ ആയിട്ട് ഇതിലേക്ക് കൊടുക്കുക. ഞാനപ്പോൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു ട്രാൻസിഷൻ എന്നുള്ളടത്ത് ട്രാൻസിഷൻ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ക്യാമറയുടെ അവിടെ ക്യാമറയുടെ ഇതും അങ്ങനെ അത്യാവശ്യം ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ട്രാൻസിഷൻ്റെ അവിടെ ആ ഒരു ട്രാൻസിഷൻ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ഓഡിയോ അവിടെ ആ ഒരു എഫക്ട്സ് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആണ് ഈ ഒരു എഫക്ട്സ് ആണോ ആഡ് ചെയ്യുന്നത്. സോ ഒരു SFX ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഒരു SFX വേണ്ടത്. സോ ഇപ്പോൾ ലോ പാസിൻ്റെയും ഹൈ പാസിൻ്റെയും ഒരു സെൻട്രലായിട്ട് വയ്ക്കാം. സെൻട്രൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോ പാസിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ലോ പാസിൽ നിന്ന് ഹൈ പാസിക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒരു ഫാസ്റ്റ് ആണ് വേണ്ടത്. അവിടെ ഒരു ഫാസ്റ്റ് ട്രാൻസിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഒരു SFXൻ്റെ ആ ഒരു സൗണ്ട് ഇപ്പോൾ ലോ ആണ്, ഒരു സ്ലോവിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ ഈ ഒരു സ്പീഡ് എന്ന് പറഞ്ഞ ടൂൾ വെച്ച് ഫാസ്റ്റ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സ്ലോ ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്പീഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് സ്ലോവും ആക്കാം. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻറ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഏതൊക്കെ കട്ട്സിൽ ഏതൊക്കെ SFX ആഡ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ ഒരു കട്ടിൽ നിന്ന് മറ്റൊരു കട്ടിലേക്ക് ഇപ്പോൾ സൂം ട്രാൻസിഷൻ അങ്ങനത്തെ ട്രാൻസിഷനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് കൊടുത്ത ആ ഒരു വൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു SFX ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ഈ ഒരു കട്ട്സിൽ നിന്ന് ഇപ്പോൾ കട്ട് ഔട്ടായി പോണ ട്രാൻസിഷൻ, സോ ഇതേപോലത്തുള്ള ട്രാൻസിഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ലൈറ്റ് ലീക്കിൻ്റെ ആ ഒരു ആ ഒരു SFX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അത് നിങ്ങൾ കേട്ടോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സൂം ആവണേൻ്റെ ഒരു ട്രാൻസിഷനിൽ ആഡ് ചെയ്യുന്ന ഒരു SFX നോക്കാം. സോ അതിനെ ഞാനിവിടെ ഒരു കട്ട് ജസ്റ്റ് ഒന്ന് സൂം ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സൂം ആക്കിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഗ്രാഫൊക്കെ ആഡ് ചെയ്ത് സൂം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് SFX ആഡ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഒറിജിനൽ ഓഡിയോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ഒറിജിനൽ ഓഡിയോ ജസ്റ്റ് ഒന്ന് കുറച്ച് ലോ പാസ് കേൾക്കണ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കി വയ്ക്കാം. എൻഡിലായിട്ട് നമുക്ക് ആ ഒരു ലോ പാസ് പോണ രീതിയിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഒരു ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഒരു SFX ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്ക റീൽസിലും കണ്ടിട്ടുണ്ട് ഈ ഒരു സൂം ആവുമ്പോഴുള്ള ഈ ഒരു SFX. സോ എന്നിട്ട് ദെൻ നമുക്ക് ഈ ഒരു എൻഡിലായിട്ട് വേറൊരു SFXും കൂടെ ആഡ് ചെയ്ത് വയ്ക്കാം. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു SFX കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.